ഒരു ഇതിഹാസം മറഞ്ഞു. എന്നിനിയ തമിഴ് മക്കളെ എന്ന വിളിയോടെ അൻപോട് കൂപ്പിട്ട തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട ഇയക്കുനൽ ഇമയം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 84-ാം വയസ്സിൽ ചെന്നൈയിൽ ആ 4 അക്ഷരം യാത്ര പറഞ്ഞപ്പോൾ പിന്നിടുന്നത് കറുപ്പും വെളുപ്പും നിറങ്ങളും നിറഞ്ഞ സംഭവ ബഹുലമായ ഒരു കാലഘട്ടം തന്നെ. 1977-ൽ 16 വയത്തിനിലെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ തുടങ്ങിയ യാത്ര അവസാനിച്ചത് 2020-ൽ വീണ്ടും ഒരു മര്യാദ എന്ന ഹിറ്റ് ചിത്രത്തിൽ. കമൽഹാസൻ, രജനീകാന്ത്, ശ്രീദേവി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ 16 വയത്തിനിലെ തമിഴകത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ട്രെൻഡ് സെറ്ററായി മാറി. പുരാണങ്ങളിലും ചരിത്ര നാടകങ്ങളിലും അതിഭാവകത്വങ്ങളിലും തളച്ചിടപ്പെട്ട തമിഴ് ചലച്ചിത്ര ഭാഷ്യത്തിന് സാധാരണ ജീവിതത്തിന്റെ ഗന്ധം പകർന്നു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിഗപ്പൂർ റോജകൾ, അലേകൾ ഒയവതില്ലി, കിഴക്ക് ചീമയിലെ, മുതൽ മര്യാദ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ യാത്രകൾ. അഭിനയത്തിലും മികവ് കാട്ടി ഭാരതി രാജ എന്ന അടിമുടി സിനിമാക്കാരൻ. ആയുധയെടുത്ത്, പാണ്ഡ്യനാട്, ഈശ്വരൻ, മഹാരാജ തുടങ്ങിയ സിനിമകൾ അതിൽ ചിലത് മാത്രം. ഒടുവിൽ അഭിനയിച്ചത് മലയാളത്തിലാണ് എന്നതിൽ നമുക്കും അഭിമാനിക്കാം. ലാലേട്ടൻ ചിത്രമായ തുടരും എന്ന സിനിമയിൽ ഷൺമുഖത്തിൻ്റെ സ്റ്റൺ മാസ്റ്ററായ പളനിസ്വാമി എന്ന കഥാപാത്രം അത്രത്തോളം ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കിയിരുന്നു. ഗ്രാമീണ കാഴ്ചകളും ജീവിതങ്ങളും അതിമനോഹരമായി പകർത്തിവെച്ച കഥകളൊക്കെയും കാലാതീതം തന്നെ. സിനിമയിലേക്ക് ആ പ്രതിഭ കൈപിടിച്ചുയർത്തിയവരും നിരവധി. പത്മശ്രീ പുരസ്കാരമടക്കം തേടിയെത്തിയ അംഗീകാരങ്ങളും അനവധിയാണ്. തേനിയിലെ അല്ലി എന്ന ഗ്രാമത്തിൽ നിന്നും മദിരാശിയിലെത്തി മറ്റൊരു ലോകം കെട്ടിപ്പടുത്ത ഭാവനാസമ്പന്നൻ യാത്രാമൊഴി ചൊല്ലുമ്പോൾ ബാക്കിയാവുന്നത് കണ്ടാലും കേട്ടാലും കൊതി തീരാത്ത ചലച്ചിത്ര കാവ്യങ്ങൾ തന്നെ.